ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഓൾറെഡി ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ആ പോസിറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് മാർക്കറ്റിൻ്റെ ഏറ്റവും നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള 24,000 മാർക്കറ്റ് വന്ന് തട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ് മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ടെലഗ്രാം അടുത്ത ഒരാഴ്ചത്തേക്ക് ബാൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് വർക്കും അവിടെ നടന്നുകൊണ്ടിരുന്നത് ടെലഗ്രാം റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഒരാഴ്ചത്തേക്കൊന്ന് പോസ് ചെയ്യപ്പെട്ട ഒരു നിലയിലാണ്. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട്. പക്ഷേ ടെലഗ്രാം ആയിരുന്നു നമുക്ക് എല്ലാവർക്കും കംഫർട്ടബിൾ. സോ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്യാം. ലിങ്ക്ഡിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ ഷെയർ ചെയ്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ കയറാം, ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് ബാക്കി നമ്മുടെ ഈ ഒരാഴ്ചത്തേക്കുള്ള കംപ്ലീറ്റ് അനാലിസിസ് നമുക്ക് കയറി പോകാമെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി വാട്സാപ്പിൽ കയറുക എന്നുള്ളത് മാത്രമാണ്. വാട്സാപ്പായിരിക്കും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ. ഒരാഴ്ച കഴിയുമ്പോൾ ടെലിഗ്രാം സെറ്റാവും. ബാക്കി ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ടെലിഗ്രാമിനെ ഒരു ഗ്രേ ഏരിയയിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രേ ഏരിയയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വരേണ്ടതാണ്. മാർക്കറ്റ് നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയൊക്കെ വരുമ്പോൾ ഷെയർ ചെയ്യാൻ വേറൊരു കമ്മ്യൂണിറ്റി ഇല്ലാതായിപ്പോവും. സോ വാട്സാപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക്ഡിനും ഞാൻ താഴെ ഷെയർ ചെയ്തിരിക്കാം. ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്ക് വരാം. മാർക്കറ്റ് ഇന്നലത്തെ അതേ ഡിറ്റോ തന്നെയാണ്. ഇന്നലെ ഞാൻ എന്താണോ പ്രീ മാർക്കറ്റ് അനാലിസിസ് തന്നത്, ലിറ്ററലി അത് തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെയും അനാലിസിസ് എന്ന് പറയുക. ഓക്കെ. മാർക്കറ്റ് ഒരു യു ഷേപ്പ്. ഇത് മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു റേഞ്ചിനുള്ളിലാണ് നിൽക്കുന്നത്. ഓക്കെ. ഇവിടെ 15-ാം തീയതി വന്നു, അടുത്ത 16-ാം തീയതി ഇതേ ഒരു വി ഷേപ്പ് മാർക്കറ്റ് തിരിച്ചു വന്നു. ഇത് സ്ഥിരമായിട്ട് ഞാൻ പറയുന്നതാണല്ലേ. 24,000-ൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു ഹൈ ഹിറ്റ് ചെയ്തു. ഇത് നമ്മുടെ ട്രെൻഡ് ലൈനിലേക്ക് വന്ന് റീടെസ്റ്റ് ചെയ്തു. കൃത്യമാണ് ലൈൻസൊക്കെ. എന്നിട്ട് തിരിച്ച് വീണ്ടും വന്ന് അതിൻ്റെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് മാർക്കറ്റ് ചിലപ്പോൾ ഒരു ദിവസം കൂടെ മാർക്കറ്റിന് മേളിലേക്ക് കയറി പോകാനുള്ള ഒരു പവർഫുൾ ഡേറ്റ ഇന്ന് പ്രത്യേകിച്ച് കാണുന്നില്ല. എന്നാലും മാർക്കറ്റിൽ ആൾക്കാർ കളക്റ്റീവായിട്ട് ബൈ ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ, ഇല്ലെങ്കിൽ FIs പുതിയ ബൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവരുടെ മനസ്സിലാക്കാനുള്ള വഴിയില്ല. എന്നാൽ മാർക്കറ്റിൽ ബയേഴ്സ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ FIs ചിലപ്പോൾ ബയർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയും 24,040 മേളിൽ 24,100 വരെയുള്ള ചെറിയ സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനെ നമുക്ക് വേണമെങ്കിൽ പൊസിഷനിലായിട്ട് എടുത്തിട്ട് 24,100 മേളിൽ 24,240 വരെ നെക്സ്റ്റ് ടാർഗറ്റ് കീപ്പ് ചെയ്യുകയും ചെയ്യാം. ഇത് ഫസ്റ്റ് ട്രേഡാണ്. അപ് ടു 440 വരെ, 440 വരെയാണ് മാർക്കറ്റിൻ്റെ ഒരു ട്രേഡിംഗ് റേഞ്ച് ഉള്ളത് മേളിലത്തെ സൈഡിൽ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു 960-നും 880-ൻ്റെ ഇടയിൽ മാർക്കറ്റ് സൈഡ് വേസ് പോകാനുള്ള സാധ്യതയുണ്ട്. സൈഡ് വേസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ 880-ന് താഴെ വന്ന് 800, 720 എന്നിങ്ങനെ 2 ടാർഗറ്റ് അവിടെ നിൽപ്പുണ്ട്. ഇതാണ് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി. മാർക്കറ്റിനകത്ത് നോക്കുക, പവർ സെക്ടറിൽ, ബാങ്കിങ് സെക്ടറിൽ, മെറ്റൽ സെക്ടർ വീക്കാണ്. മെറ്റൽ സെക്ടർ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു, വന്നില്ല. ബാക്കി അതുപോലെ നമ്മുടെ ഹൈ ഗ്രോത്ത് സ്റ്റോക്സ് ഉണ്ടല്ലോ, മീഷോ, സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള സ്റ്റോക്കുകളിൽ ഉള്ളിലൊക്കെ ഒരു ബൈയിങ് മൊമെൻറ്റം അവിടെ കാണിക്കുന്നുണ്ട്. സോ ഇതുപോലത്തെ സ്റ്റോക്കുകളിൽ ഫോക്കസ് ചെയ്യുക. കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഞാൻ എൻ്റെ ചാർട്ട് നോക്കിയിട്ടില്ല. ഈ സ്റ്റോക്കുകളിൽ പിന്നെ ഓട്ടോ സെക്ടർ സ്റ്റോക്സ്, ഓട്ടോ സെക്ടറിന് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആൻസിലറീസ്, ഓട്ടോ ആൻസിലറീസ്, ജസ്റ്റ് ഗൂഗിളിൽ പോവുക, ആ സ്റ്റോക്സ് നിങ്ങൾക്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനും നല്ലൊരു ഓപ്പർച്യൂണിറ്റി സെറ്റപ്പ് അവിടെ ഉണ്ട്. സോ ഇതാണ് എൻ്റെ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുക, നന്നായിട്ട് ട്രേഡ് ചെയ്യുക, കൃത്യമായിട്ട് SL കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ട്രേഡ് സേഫ്. അത് വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഒരു കോൺവെർസേഷൻ അവിടെ ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്നുണ്ടാവും. കമ്മ്യൂണിറ്റി ഉണ്ട്, ഓൾറെഡി നേരത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉള്ളത് കാരണം അത് ഡോർമെൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തൊട്ട് അതിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ചാറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഞാനും എൻ്റെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, പുതിയ സിസ്റ്റം എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കോൺഫിഗർ ചെയ്യണം, അതിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഞാനും ഇച്ചിരി തിരക്കായിരിക്കും. അപ്പോൾ നാളെ മുതൽ ഒരു നെക്സ്റ്റ് ഒരു ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് വരുന്നുണ്ടാവും. ഇൻവെസ്റ്റ് ചെയ്ത 1-2 സ്റ്റോക്സ് ഒരു 2 to 3% KPIT ടെക്,
SBI പോലത്തെ സ്റ്റോക്സ് ചെറിയ ചെറിയ പ്രോഫിറ്റ്സ്, BEL പോലത്തെ സ്റ്റോക്സ് കുറച്ച് മേടിച്ചിട്ടുണ്ട്. വലിയ മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ 24,100ന് മേളിലാണ് യഥാർത്ഥ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുക. 24,440ക്ക് മേളിലാണ് യഥാർത്ഥ ബൈയിങ്, അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ, ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. സോ ഫ്രൈഡേ വരെ വെയിറ്റ് ചെയ്യുക. ഫ്രൈഡേയിലെ ഡീല് കംപ്ലീറ്റ് ചെയ്തു വലിയ ടെൻഷൻ ഇല്ലാത്ത ഡീലാണ് എന്നുണ്ടെങ്കിൽ മൺഡേ തൊട്ടിട്ട് നമുക്ക് നല്ല രീതിക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ്. സോ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.